ഓർത്തപ്പോ എനിക്കാകെ വിഷമായി. അമ്മയുടെ മകളുടെ ഇടയിൽ ഇത്രയും അകലം വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാനാവില്ല. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അമ്മ. പ്രശ്നം വളരെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അമ്മേ ഞാനിത് അമ്മയോടും വീട്ടിലൊന്നും പറയാതിരുന്നത്. ഞങ്ങളുടെ ഇടയ്ക്ക് ഇതൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് മാറില്ല അമ്മേ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്താണെന്ന് വെച്ചാ പരസ്പരം മനസ്സിലാക്കുന്നതിന് ചെറിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. കല്യാണത്തിന് മുൻപ് ഞാനും വിക്കിയും തമ്മിൽ അധിക സമയമൊന്നും ചെലവഴിച്ചിട്ടില്ല. ഉള്ളിൽ പേടിയുള്ളത് കൊണ്ട് ദൂരെ മാറി നിൽക്കായിരുന്നു. അതിന്റെ ദോഷങ്ങളാ ഇപ്പൊ എന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ വളർന്നു വന്ന ചുറ്റുപാടും ഞാൻ കണ്ടിട്ടുള്ള ലോകവും എന്റെ പ്രപഞ്ചവും എല്ലാവർക്കും പുതിയതാണമ്മോ. പിന്നെ അവരുടെ ലോകം അത് എനിക്കും പുതിയതാ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരാൻ സമയമെടുക്കും അമ്മോ. അതെവിടെ നടക്കുന്ന? നീ പറയുന്നൊക്കെ സത്യം മോളെ. പക്ഷേ ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഞങ്ങൾ കാണുമായിരുന്നു. പറയണമെന്ന് വിചാരിച്ചിരുന്നതാ അമ്മേ. പക്ഷെ ഞാൻ ഈ കാര്യം അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അമ്മേ. എന്നാലും അമ്മേ, ചേച്ചിക്ക് അമ്മയോട് പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങള് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തില് അവള് സ്നേഹിച്ച് കല്യാണം കഴിച്ച് അതിലൊരു പ്രശ്നം ഉണ്ടായിന്ന് പറയുമ്പോ അവൾക്ക് ചിലപ്പോ അമ്മയോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൾ ഈ കാര്യം വേറെ ആരോടും പറയാത്തത്. അയ്യോ പൊട്ടിപ്പെണ്ണ്, കല്യാണം സ്നേഹിച്ചതാവട്ടെ അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും നടത്തിയതാവട്ടെ, കുടുംബജീവിതം തുടങ്ങിയതിനു ശേഷം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് മോളെ. സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ എത്രയോ പേര് പിരിഞ്ഞു പോയിട്ടുണ്ടെന്നറിയോ? അതിന് കാരണം ചുറ്റും അവരെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തോണ്ടാ. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഭർത്താവിന്റെ വീട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരും സ്വന്തം മക്കൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവരെ ചേർത്ത് നിർത്തുമ്പോഴാ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത്. സാധാരണയായിട്ട് കാണുന്നത് സ്നേഹിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഒടുക്കം അവരുടെ കൂടെ കുടുംബക്കാരും കാണില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ എല്ലാ കല്യാണങ്ങളും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഇത് ഞങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് പറയുന്നൊന്ന് പറ. അമ്മേ, ചേച്ചി അങ്ങനെയൊന്നും മറച്ചു വെക്കുന്ന ആളല്ല. ഈ കാര്യത്തിൽ ചിലപ്പോ അവൾക്കൊന്നും പറയണമെന്ന് തോന്നിക്കാണില്ല, അതുകൊണ്ട് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അതുമാത്രല്ല, ഇത് ചേച്ചിയുടെയും ചേട്ടന്റെ ഇടയിലുള്ള പ്രശ്നമല്ലേ. അവര് രണ്ടുപേരും തന്നെ പറഞ്ഞത് ശരിയാക്കിക്കോളെന്ന് ചേച്ചി ചിലപ്പോ ചിന്തിച്ചു കാണും. എന്ത് തന്നെയാണെങ്കിലും അവര് രണ്ടുപേരും സംസാരിച്ച് തീർക്കുന്നതല്ലേ നല്ലത്. നിങ്ങളെ 4 പേരെയും ഞങ്ങള് കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാനും നിങ്ങളുടെ അച്ഛനും വളർത്തിയേ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ വിക്കിയാണ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങള് നിന്റെ ആഗ്രഹം പോലെ ഈ കല്യാണം ഞങ്ങൾ നടത്തി തന്നതാ. ഈ ബന്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്റെ കാര്യം വിട്. നിങ്ങളുടെ അച്ഛന് മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ പറ്റില്ല മോളെ. നിനക്ക് താഴെ 3 പെൺകുട്ടികൾ കൂടെ ഉണ്ട്. നമ്മുടെ സമൂഹത്തിന് പേടിച്ചേ പറ്റുള്ളൂ മോളെ. നിന്റെ അവന്റെ ഇടയിൽ അത് എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ പറഞ്ഞതുപോലെ അത് നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം. ഞാനത് ചോദിക്കുന്നില്ല നിന്നോട്. പക്ഷെ അത് എന്ത് പ്രശ്നമാണെങ്കിലും അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്ക് നിങ്ങള്. അതുവരെ ഞാൻ ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറയില്ല. എനിക്ക് എല്ലാരെ പറ്റിയിട്ടും ചിന്തയുണ്ടമ്മേ. ഞാൻ കാരണം ആർക്കും ഒരു വേദനയും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം അമ്മേ. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള. അയ്യോ, ശരിക്കും ഡോറ് തട്ടുന്നുണ്ടായിരുന്നല്ലേ? എടി കഴുതേ, ദേ വാതിലാരോ തട്ടുന്നു, വന്ന് നോക്കിയേ. നീലക്കണ്ണുള്ള
പെണ്ണോട് എല്ലാ എണ്ണവും കണക്കാ. ജോലി ഉണ്ടെങ്കിൽ അവിടെ ഉടനെ പോവും. എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്യണം. ക്ലീനിങ് ചെയ്യണം, ഷോപ്പിങ്ങിന് പോണം. ആരാ നിങ്ങള്? അതിഥി മഞ്ജുനാഥ് നീ തന്നെയല്ലേ? നീ തന്നെ ആയിരിക്കണം. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാന്ന് ചോദിക്കുന്നോ? ആരാ നിങ്ങള്? ഏയ്, അതൊക്കെ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. വിളിക്കണേ അവനെ. ഏയ്, പോയി നോക്കടാ. ഹലോ, നിന്നെ നിക്കവിടെ. ഇത് എങ്ങോട്ടാ കയറി പോന്നെ? ഇതെന്താ ശത്രുവാണോ? ആദ്യം നിങ്ങൾ ആരാന്ന് പറ. അതിഥി നീ തന്നെയല്ലേ? അതെ, ഞാനാ. എന്തേ? ഞങ്ങളുടെ രംഗൻ ചേട്ടന് പൈസ വാങ്ങിച്ചത് നീ തന്നെയല്ലേ? ഒരാഴ്ചക്കുള്ളിൽ കാശെല്ലാം തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ വീട്ടിൽ ഒളിച്ചിരിക്കുവാണോ? ഞങ്ങള് ചുമ്മാ പെൺകുട്ടികളത് വഴക്കിടാറില്ല. മര്യാദക്ക് നിന്റെ അച്ഛനടുത്ത് വരാൻ പറ. എന്താ അത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതാ. ഈ പൈസ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. നീ എന്താ ഈ പറയുന്നേ? ഇത് എനിക്ക് വേണ്ടി നീ കടം വാങ്ങിക്കൊണ്ട് വന്നതാണോ? ഏയ്, എന്താടി ആലോചിക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പാടി. ചേട്ടാ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. ഞാൻ വീട്ടിൽ ഒളിച്ചിരിക്കുവല്ല. കാശ് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തന്നെ വരാമെന്ന് വിചാരിച്ചതാ. അതിനു മുമ്പ് ഞങ്ങൾ വന്നല്ലേ? ശരി, പോട്ടെ, വിട്. നീ അവിടെ വരെ വന്നിട്ട് കാശ് തരേണ്ട ആവശ്യമില്ല. ശരി, ഞങ്ങൾ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് വേഗ കാശിങ്ങ. അയ്യോ ചേട്ടാ, അത് അങ്ങനെയല്ല. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഇത്രയും ചെറിയ സമയത്തില് ഞാൻ അത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കാനാ? ഒന്നും മനസ്സിലാക്ക്. കാശെണ്ണി വാങ്ങുമ്പോ നിനക്ക് ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഇങ്ങനെ കിടന്ന് മോങ്ങിയാ മതിയോ? പ്ലീസ്, ദയവ് ചെയ്ത് എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. നിന്റെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കാൻ നിന്നാ ഞങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ഇവിടെ മനസ്സിലാക്കാൻ ആരുള്ളേ? കാശ് തരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒരുപാടായി. ഇത്രയും ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നത് എന്തോ വലിയ കാര്യം. ഇല്ല ചേട്ടാ, എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. ഞാൻ കാശ് തിരിച്ചു തരാം. പക്ഷെ അതിന് എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഇപ്പൊ കൊറോണയല്ലേ ചേട്ടാ? നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇപ്പൊ എന്താ ഇവിടുത്തെ സിറ്റുവേഷൻ. എന്താ മോളെ, ഒരു പെൺകുട്ടിയല്ലേ സമാധാനത്തോടെ സംസാരിക്കാന്ന് വിചാരിച്ചപ്പോ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാക്ക. കൊറോണ ആണത്രേ, കൊറോണ. നാളെ തന്നെ കാശിങ് കൊണ്ടുവന്നോളണം. ഇല്ലെങ്കിൽ അറിയാലോ, വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഞങ്ങൾക്കതേ സമയം വേണ്ട. ഈ ഒരൊറ്റ തവണ കൂടി ഞങ്ങൾ വാണിങ് തരാ. ഇനി ഇത് പ്രതീക്ഷിക്കണ്ട. നാളെ കാശും കൊണ്ട് വന്നോളണം, കേട്ടല്ലോ? വാടാ. കഴുതക്കുട്ടി വീഡിയോ കോൾ ചെയ്തിരിക്കാണല്ലോ. ഹായ് അമ്മുക്കുട്ടി, ഗുഡ് മോർണിംഗ്. എന്ത് ഗുഡ് മോർണിംഗ് ആണോ എന്തോ, ദൈവത്തിനറിയാം എന്താണെന്ന്. എന്തു പറ്റി രാവിലെ തന്നെ? നീ മോന്റെ എതിരെ എങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കുന്നേന്ന്? അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? പ്രണയിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നും പ്രശ്നം. ഒന്നുമല്ല രണ്ടുമല്ല. ലവ് ചെയ്തത് പ്രശ്നമാണോ? ശരി, എന്നാ പിന്നെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങ്. അത് ഞാൻ കുളിക്കാൻ പോയ സമയത്തെ എനിക്ക് നിന്നെ കുറിച്ച് ഓർമ്മ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതും കുറച്ചല്ല, ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അതും കൂടുതലായിട്ട്. എടി, നിന്റെ തലക്ക് ഇതിൽ പ്രശ്നമുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും കേട്ട എന്താ വിചാരിക്കുക? ചേച്ചേ, നാണമില്ലാത്തോളൂ. അയ്യോ എന്റെ ദൈവമേ, അയ്യോ രണ്ടും ഒന്നാ.
ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് വേറെ രീതിയിൽ അങ്ങ് ചിന്തിക്കും. തെറ്റ് എന്റെ അല്ല, നീ പറഞ്ഞ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അതെ അതെ, ഞാൻ സിംഗിൾ മീനിങ്ങിലാ പറഞ്ഞത്. നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി, ഒന്ന് വായടക്കി. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല. ശരി, നീ അപ്പൊ എന്നെ എന്തിനാ വിചാരിച്ചെന്ന് പറ. നിന്റെ ഓർമ്മ എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തു. എന്നിട്ടും എങ്ങനെയൊക്കെ സമാധാനപ്പെട്ട് ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോ എനിക്ക് വീണ്ടും നിന്നെ കുറിച്ച് ഓർമ്മ വന്നു. നിന്നെ എനിക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന് വല്ലാതെ തോന്നിപ്പോയി. അതുകൊണ്ടാ സഹിക്കാൻ പറ്റാതെ വീഡിയോ കോൾ ചെയ്തത്. ഇതിനേക്കാളും നല്ലത് ഇവളോട് വഴക്കിട്ട് പിരിയുന്ന തന്നെയായിരുന്നു ഗുരുവായൂരപ്പ. എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല അമ്മു, നീ ഭയങ്കര സ്വീറ്റാന്ന് പറഞ്ഞതാ. പറയും. നിനക്ക് എങ്ങനെ മനസ്സിലാവാൻ എന്റെ അവസ്ഥ? ഇന്ന് എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യുന്നതല്ലേ, പിന്നെ എന്താ ഇത്രയ്ക്ക് മിസ് ചെയ്യാനുള്ളത് ഇപ്പോ? നീ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ ഇപ്പൊ തന്നെ ഹിമാലയത്തിലേക്ക് പോയി തപസ്സിരിക്കാൻ പോകുകയാണെന്ന്. മിണ്ടാതിരിക്കും. ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. തമാശക്ക് എന്തും പറയാനാണോ? നീ ചളിയൊക്കെ ഒരുപാട് പറയാറുണ്ടല്ലോ, നോൺസെൻസ് പറയാറുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു ഇന്നസെൻസ് ഉണ്ടാവും. വായി തോന്നിയത് എന്തും വിളിച്ചു പറയുന്നതല്ല തമാശ. തമാശക്ക് ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. എന്നെ പോലെ തമാശ പറയാൻ പോയവര് പല പ്രശ്നത്തിൽ വീഴുന്നോ ഞാൻ കണ്ടിട്ടുണ്ട്. തമാശയാണ് അത്ര തമാശ. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ തപസ്സിനൊന്നും പോകുന്നില്ല, പോവത്തില്ല. ഇതാണ് അവസാനം. ഇനി മേലിങ്ങനെയൊന്നും പറയരുതേ. നീ എങ്ങോട്ടെങ്കിലും പോയാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ? ഞാനും കൂടെ വരും. ചത്തോലും നിന്നെ വെറുതെ വിടില്ല. അത്രയ്ക്കും നമ്മളെ തമ്മിൽ പിരിക്കാനുള്ള ശക്തി വേറെ ആർക്കും ഇല്ല. നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, അറിയാലോ. ശരിയാണ് അമ്മുക്കുട്ടി, നീ പറയുന്നതാ ശരി, ഞാൻ പറയുന്നത് തെറ്റും. ഞാനൊന്ന് പോയി റെഡി ആയിക്കോട്ടെ? എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കെന്താ. അമ്മൂലെ ഒന്ന് നിക്ക്. ഐ മീൻ കോൾ എൻഡ് ചെയ്യണ്ട, നീ അവിടെ തന്നെ നിക്കുന്ന പറഞ്ഞ, അല്ല എണീറ്റ് നിക്കാനല്ല. ഓ അങ്ങനെയാണോ? എനിക്കത് അറിയായിരുന്നു. ഞാൻ ചുമ്മാ എഴുന്നേറ്റതാ. എന്താ കാര്യം? ഇതിനൊരു കുറവുമില്ല അല്ലേ? ശരി, ഇതൊന്ന് കേൾക്ക്. കേട്ടോണ്ടിരിക്കുന്ന പറ. നമുക്ക് വിക്രാന്ത് ഭാരതിയും ലവ് ചെയ്യുമ്പോ മീറ്റ് ചെയ്തിരുന്ന സ്ഥലമില്ലേ, അവിടെ വെച്ചിട്ട് കണ്ടാലോ? ഓഫീസിൽ പോകുന്നതിന് മുൻപ് കാണണം. ബൈ. അല്ല അത് ഇവനെന്താ അങ്ങനെ പറഞ്ഞത്? വേദാന്ത്, ഈ ജ്യൂസ് കുടിക്കും. അമ്മ, ഐ ഹാവ് ടു ഗോ. ടൈം ആയിട്ടുണ്ടേ. ഫ്രിഡ്ജിൽ വെച്ചോളൂ, ഞാൻ വൈകുന്നേരം ഒന്ന് കുടിക്കാം. ബൈ. എന്ത് കൊടുത്താലും എത്ര വലിയ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെങ്കിലും വേണ്ട എന്ന് പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ജ്യൂസ് കൊടുത്തപ്പോ വേണ്ടെന്നാ പറയുന്നേ. ഇത്രയും നേരം അവൻ ആരുമായിട്ടോ വീഡിയോ കോളിൽ സംസാരിക്കായിരുന്നു. അവന് വീഡിയോ കോളൊന്നും ചെയ്യുന്ന പതിവേ ഇല്ലായിരുന്നല്ലോ. നോ, വേദാന്തിന്റെ ലൈഫിൽ ഞാൻ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഉറപ്പാ. വിക്കി, നീ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ട, എന്റെ കൂടെ വാ. അച്ഛാ, അത് ഓഫീസിലൊരു ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്. അച്ഛൻ എവിടെ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ആക്കി തന്നിട്ട് അവിടെ നിന്ന് പോക്കോളാം. അപ്പൊ നീ എന്റെ കൂടെ വരില്ല എന്നർത്ഥം? അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞേ. അല്ല, അച്ഛന് ശരിക്കും എങ്ങടാ പോണ്ടേ? അപ്പൊ നീ എവിടേക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ വരില്ല അല്ലേ? ഇന്നെന്താ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരാറുള്ളതല്ലേ. പക്ഷെ അച്ഛൻ എങ്ങോട്ടാ പോകണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഷെഡ്യൂൾസും കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ആരതിയുടെ വീട്ടിലേക്കാ പോകുന്നത്. ആരതിയെ തിരികെ വിളിച്ചോണ്ട് വരാൻ.